എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 14 ശ്ലോകം 39, 40, 41, 42, 43, 44 6 ശ്ലോകങ്ങള് നമുക്ക് നോക്കാം. ആ ഉർവശി എന്തൊക്കെ പറഞ്ഞിട്ടും ആ പുരൂരവസിന് ഉർവശിയെ ഉപേക്ഷിച്ച് പോവാൻ പറ്റണില്ല. ഉർവശി ഉർവശി എന്ന് ജപിച്ചുകൊണ്ടത് അദ്ദേഹം പിന്നെയും ഉർവശിയുടെ പിന്നാലെ തന്നെ നടക്കുകയാണ്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 39. സംവത്സരാന്തേഹി ഭവാൻ ഏകരാത്രം മഹേശ്വര വത്സത്യപത്യാനി ച തേ ഭവിഷ്യന്ത്യപരാണി ഭോ. ഈശ്വര, ഹേ പ്രഭോ, ഭവാൻ അങ്ങ് സംവത്സരാന്തേ സംവത്സരത്തിന്റെ അവസാനത്തിൽ ഏകരാത്രം ഒരു രാത്രിയിൽ മയാ വത്സ്യതി എന്നോടുകൂടി വസിക്കും. അപരാണി അപത്യാനീച്ച അപരങ്ങളായ സന്താനങ്ങളും ഭവിഷ്യന്തി ഭവിക്കും. ഇത്രയൊക്കെ ഉപദേശിച്ചിട്ടും വ്യസനിച്ചിരിക്കുന്ന ആ പുരൂരവസിനോട് പിന്നെ ഋഷി പറഞ്ഞു, ഹേ ഭൂലോകേശ്വരനായ പ്രഭു, അങ്ങ് വിഷമിക്കണ്ട. ഓരോ കൊല്ലം അവസാനിക്കുന്ന ദിവസത്തില് ഒരു രാത്രി അങ്ങോട്ടുകൂടി ഞാൻ താമസിക്കാം എന്ന് പറയണം. അങ്ങക്ക് എന്നിൽ ഇനിയും സന്താനങ്ങൾ ഉണ്ടാവും. അങ്ങോട്ട് കേട്ടപ്പോ സന്തോഷായി പുരൂരവസിന്. അന്തർവത്നേമുപാലക്ഷ്യ ദേവീം സപ്രയയൗ പുരം പുനസ്തത്ര ഗതോബ്ദാന്തേ ഉർവശീം വീരമാതരം ഉപലഭ്യമുദായുക്ത സമുവാസ തയാ നിശാം. ദേവിയും, ദേവിയെ, അന്തർവത്നിയും ഗർഭിണിയാണെന്ന് ഉപലക്ഷിച്ചിട്ട് സ പുരം പ്രയയോ അദ്ദേഹം പുരത്തെ പ്രാപിച്ചു. പുന അബ്ദാന്തേ പിന്നെ വർഷാവസാനത്തില് തത്രഗത അവിടെ പ്രവേശിച്ചവനായിട്ട് വീരമാതരം ഉർവശി വീരമാതാവായ ഉർവശിയെ ഉപലഭ്യ കണ്ടിട്ട് മുദായുക്ത സന്തോഷയുക്തനായിട്ട് തയ അവളോടുകൂടി നിശാം സമുവാസ രാത്രിയിൽ സംവസിച്ചു. അങ്ങനെ ഇനിയും സന്താനങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞുല്ലോ. ആ വാക്കില് പിടിച്ചിട്ട് ഉർവശി ഗർഭിണിയാണെന്ന് മനസ്സിലാക്കി രാജാവ്. അങ്ങനെ ഉർവശി ഉർവശി തന്നെ ജപിച്ചുകൊണ്ട് രാജധാനിയിലേക്ക് തിരിച്ചുപോയി. വർഷത്തിന്റെ അവസാനത്ത് പിന്നെ വന്നു കുരുക്ഷേത്രത്തില്. അപ്പൊ അവിടെ നിൽക്കണു വീരനായിട്ടുള്ള ഒരു പുത്രനോട് കൂടിയിട്ട് ഉർവശി. സന്തോഷായി രാജാവിന്. രാജാവ് അവളോടുകൂടി ആ രാത്രിയില് താമസിച്ചു. അഥേനം ഉർവശി പ്രാഹ കൃപണം വിരഹാതുരം ഗന്ധർവാൻ ഉപധാവേ മാം തുഭ്യം ദാസ്യന്തി മാം ഇതി. അഥ അനന്തരം വിരഹാതുരം പിരിഞ്ഞു പോകുന്നതിൽ ദുഃഖിതനും കൃപണം ദീനനുമായ ഏനം അദ്ദേഹത്തോട് ഇമാൻ ഗന്ധർവാൻ ഈ ഗന്ധർവന്മാരെ ഉപധാവ സ്തുതിച്ചാലും മാം എന്നെ തുഭ്യം ദാസ്യന്തി ഇതി അങ്ങയ്ക്ക് ദാനം ചെയ്യും എന്ന് ഉർവശി പ്രാഹ ഉർവശി പറഞ്ഞു. അവസാനം രാത്രി കഴിയാറായപ്പോ പിരിഞ്ഞു പോണ്ടേ, സങ്കടം കൊണ്ട് കരയാൻ തുടങ്ങി. അവശനാൽ അങ്ങനെ ക്ലേശിക്കണ രാജാവിനോട് ഉർവശി പറഞ്ഞു, അങ്ങേ ഈ ഗന്ധർവന്മാരെ കുറെ സ്തുതിക്കുക, നമസ്കാരമൊക്കെ ചെയ്യുക. അങ്ങനെ അവരെ സന്തോഷിപ്പിച്ചോളും സ്തുതി നമസ്കാരങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോ അവരെ എന്നെ അങ്ങേക്ക് നൽകും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സന്തോഷായി. എന്ത് വേണേലും ചെയ്യാൻ തയ്യാറാണ് അദ്ദേഹം. തസ്യ സംസ്തുവതസ്തുഷ്ട അഗ്നിസ്ഥാലിം ദദുർനൃപ ഉർവശീം മന്യമാനസ്താം സോബുദ്ധ്യത ചരൺവനേ. നൃപ, ഹേ രാജാവേ, സംസ്തുവത തസ്യ വേണ്ടുന്ന വിധം സ്തുതിക്കുന്ന അദ്ദേഹത്തിന്റെ നേരെ തുഷ്ട സന്തോഷിച്ച ഗന്ധർവന്മാർ അഗ്നിസ്ഥാലിം അഗ്നി ഉത്ഭവിക്കുന്ന പാത്രവിശേഷത്തെ ദതു ദാനം ചെയ്തു. താം ഉർവശീം മന്യമാന സ അതിനെ ഉർവശി എന്ന് വിചാരിക്കുന്ന അദ്ദേഹം വനേചരൻ വനത്തിൽ സഞ്ചരിക്കുന്നവനായിട്ട് അബുദ്ധ്യത ബോധിച്ചു. ഗന്ധർവന്മാർക്ക് സന്തോഷായി. നല്ല സ്തുതി നമസ്കാരമൊക്കെ ചെയ്തു. രാജാവ് അത്രയും നന്നായിട്ട് സ്തുതിച്ചു അവര്. ഉർവശിയെ കിട്ടാനല്ലേ എന്ത് വേണമെങ്കിൽ അദ്ദേഹം ചെയ്യും. അങ്ങനെ പുരൂരവസിന്റെ നേരെ പ്രസന്നനായ ഗന്ധർവന്മാര് ഇതിൽ നിന്നുണ്ടാകുന്ന അഗ്നി കൊണ്ട് കർമ്മങ്ങൾ ചെയ്തോളൂ. അപ്പോ മരണാനന്തരം ഉർവശി ലോകം അങ്ങേക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ട് അഗ്നി ജനിക്കുന്ന
ഒരു പാത്രം രാജാവിന് കൊടുത്തു. ശേഷപ്പെട്ട ഒരു പാത്രം. ഉർവശി ഭ്രാന്തനായിട്ടുള്ള അദ്ദേഹം അത് തന്നെയാ ഉർവശി എന്ന് വിചാരിച്ച് ആ പാത്രം പിടിച്ചോണ്ട് ഇങ്ങനെ വനത്തിൽ സഞ്ചരിച്ചു. എന്താണ് അതിന്റെ അർത്ഥം എന്നൊന്നും മനസ്സിലാക്കിയില്ല. ഉർവശി ഉർവശി എന്ന് ജപിച്ചോണ്ട് ആ പാത്രം പിടിച്ചോണ്ട് ഇങ്ങനെ നടന്നു. അഗ്നിഹോത്രം നടത്തേണ്ട സമയമായപ്പോ ആ പാത്രത്തിൽ നിന്ന് അഗ്നി കൊണ്ട് തന്നെ വന്നു. അപ്പളാ രാജാവിന് കാര്യം മനസ്സിലായത് ഇവര് തന്നത് അതാണെന്ന്. ഇത് അഗ്നി ജനിക്കുന്ന ഒരു പാത്രവിശേഷാണ്, ഉർവശിയല്ല എന്ന് തരും. അതാണ് ഈ സ്ത്രീ ഭ്രാന്തന്മാരുടെ പാരവശ്യം. ശോചനീയം തന്നെയാണ്. എന്താ എത്രയായിട്ട് അങ്ങോട്ട് മനസ്സിലാവണ്ടേ. താലീമ്യസ്യ വനേ ഗത്വാ ഗൃഹാനാധ്യായതോ നിശി ത്രേതായാം സംപ്രവൃത്തായാം മനസി ത്രയ്യവർത്തത. വനേ സ്ഥാലിയും നശ്യ, വനത്തില് സ്ഥാലിയെ നശിച്ചിട്ട് ഗൃഹങ്ങളെ ഗത്വ പ്രാപിച്ചിട്ട് നിശി ആധ്യായത, രാത്രിയെ ധ്യാനിക്കുന്ന അദ്ദേഹത്തിന്റെ മനസ്സിൽ ത്രേതായാം സംപ്രവൃത്തായാം, ത്രേതായുഗം ആരംഭിച്ചപ്പോൾ ത്രയീ വേദം അവർത്തത ഉണ്ടായി. ആ പാത്രം കാട്ടിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് രാജധാനിയിലേക്ക് പോയി അദ്ദേഹം. എന്നിട്ട് രാത്രി ഉർവശിയെ തന്നെ ഉർവശി എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് അത് തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വളരെ കാലം കഴിഞ്ഞു. ത്രേതായുഗം ആരംഭിച്ചു. അപ്പോ രാജാവിന്റെ മനസ്സില് അഗ്നിഹോത്രങ്ങൾ ചെയ്യണം, ആ സമ്പ്രദായത്തിനെ പറ്റി അഗ്നിഹോത്രാദി കർമ്മങ്ങളുടെ സമ്പ്രദായത്തെ ബോധിപ്പിക്കുന്ന 3 വേദവും അദ്ദേഹത്തിന്റെ മനസ്സിലങ്ങട് ഉത്ഭവിക്കുകയാണ് ചെയ്യണം, മനസ്സിലങ്ങട് തോന്നുകയാണ്. ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അല്ലെ. സ്ഥാനീസ്ഥാനംഗതോശ്വത്ഥം ശമീഗർഭം വിലക്ഷ്യസ തേന ദ്വേ അരണീകൃത്വാ ഉർവശീ ലോകകാമ്യയാ. സ്ഥാനീസ്ഥാനം ഗതസ്ഥ, സ്ഥാനത്തെ ആ കാട്ടിന്ന് തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നു. അദ്ദേഹം അവിടെ കാട്ടിൽ പോയി. എവിടെയാ അത് ഉപേക്ഷിച്ചതെന്ന് മനസ്സിലായല്ലോ. അദ്ദേഹം അവിടെ പോയി അത് കണ്ടെടുത്തു, ആ പാത്രം. ശമീഗർഭം അശ്വത്ഥം, അപ്പൊ ശമിയുടെ അന്തർഭാഗത്ത് നിന്ന് പുറപ്പെട്ടിരിക്കുന്ന അശ്വത്ഥത്തെ വിലക്ഷ്യ കണ്ടിട്ട് തേന അതിനെ കൊണ്ട് ദ്വേ അരണീകൃത്വ 2 അരണികളെ ഉണ്ടാക്കിയിട്ട് ഉർവശീലോക കാമ്യയ, ഉർവശീലോകത്തിലെ ആഗ്രഹത്തോടു കൂടി അധരാരണിയും താഴെയുള്ള അരണിയെ ഉർവശിയായിട്ടും ഉത്തരാം മീതെയുള്ളതിനെ ആത്മാവായിട്ടും അങ്ങനെ അദ്ദേഹം മന്ത്രം ജപിക്കുകയാണ്. അങ്ങനെ വിചാരിച്ചിട്ട് അരണി കടയാണ് ചെയ്യണത്. ഉർവശി ലോകത്തിൽ എത്തണ്ടേ, അതിനുവേണ്ടി ആ രാജാവ് അഗ്നിസ്ഥാലിയെ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാനത്ത് ചെന്ന് നോക്കി. അപ്പൊ അഗ്നിസ്ഥാലിയുടെ മധ്യത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന അവിടുന്ന് ഒരു അശ്വത്ഥ വൃക്ഷം, ഒരു ആല് വൃക്ഷം അവിടെ നിൽക്കുന്നത് കണ്ടു. ഈ ആലിന്റെ അന്തർഭാഗത്തില് അഗ്നി ഉണ്ടെന്ന് രാജാവ് വിചാരിച്ചു. അങ്ങനെ അതിൽ നിന്ന് അഗ്നിയെ ഉത്ഭവിപ്പിക്കാൻ ഉപകരിക്കുന്ന മാർഗം അത് തന്നെത്താൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അങ്ങോട്ട് തോന്നുകയാണ്. എന്നിട്ട് അത് എങ്ങനെയൊക്കെയാ എന്ത് ചെയ്താലാണ് ഉർവശി ലോകത്തിൽ എത്താന്നല്ലേ പറഞ്ഞ യാഗം. അപ്പൊ അത് അദ്ദേഹം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആ ശ്ലോകങ്ങൾ നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.